അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 11ാമത്തെ ചാപ്റ്റർ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ് എന്ന ഹെഡിങ്ങിലൂടെ തുടങ്ങുന്ന പാഠത്തിൽ പറയുന്നത്, നാം ധാരാളം ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ തെറ്റ് വരാറുണ്ട്. ഈ പാഠത്തിൽ പറയുന്നത്, നാം സാധാരണ ഓതുമ്പോൾ തെറ്റ് സംഭവിക്കുന്ന ചില ആയത്തുകളെ കുറിച്ചാണ്. നന്നായി ശ്രദ്ധിച്ച് ഓതേണ്ട ഖുർആനിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആയത്തുകളുണ്ട്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ആയത്തുകൾ തെറ്റാൻ വളരെ സാധ്യത കൂടുതലാണ്. ഖുർആൻ തെറ്റ് ഓതിയാൽ കൂലി കിട്ടുന്നതിന് പകരം ശിക്ഷയാണ് കിട്ടുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെയുള്ള ചില ആയത്തുകളാണ് ഈ പാഠത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, വായിക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴവ് വരാൻ സാധ്യതയുള്ള ചില ആയത്തുകൾ ഖുർആനിലുണ്ട്. അവ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. സൂറത്തുൽ ഗാശിയയുടെ ആയത്താണ്. ഇബില് എന്നതിലെ ബാഇന്റെ കസ്ർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബിൽ എന്നാണ് പലരും ഓതാറുള്ളത്. ഇബില് എന്ന് ബായിനക്ക് സുക്കൂനായിട്ടാണ് ഓതാറുള്ളത്. തെറ്റാണ്. ശരിയായത് ഇബിലി എന്ന് ബായിന് കസ്റായിട്ടാണ് ഓതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായി, അലം യജിദ്ക യതീമൻ ഫആവ. അലം യജിദ്ക യതീമൻ ഫആവ. ളുഹാ സൂറത്തിലെ ആയത്താണ്. യജിദ്ക എന്നതിലെ ജീമിന്റെ കസ്ർ നഷ്ടപ്പെട്ട് സുക്കൂനാവരുത്. ഇവിടെ യജ് എന്ന് തെറ്റായിട്ടാണ് പലരും ഓതാറുള്ളത്. അവിടെ ജീമിന് കസ്റായിട്ടാണ് ഓതേണ്ടത്. മൂന്നാമതായി, കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. സൂറത്തുൽ അലക്കിൽപ്പെട്ട ഒരു ആയത്താണ്. ഇവിടെ നോക്കൂ, യൻതഹി എന്നതിലുള്ള ഹാഇന് മദ് വരാതെ നോക്കണം. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ എന്നാണ് ഓതേണ്ടത്. ഒരിക്കലും യൻതഹി എന്ന് നീട്ടി ഓതരുത്. പലരും നീട്ടിയിട്ടാണ് ഓതാറ്. തെറ്റാണ്. ശരിയായത് നീട്ടാതെ മദ് കൊടുക്കാതെ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ അങ്ങനെയാണ് ഓതേണ്ടത്. നാലാമതായി, കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. സൂറത്തുൽ അലക്കിലെ മറ്റൊരു ആയത്താണ്. ഹെഡിങ് പറഞ്ഞ ആയത്ത് എന്താണത്? ലാ തുതിഅഹു എന്നതിൽ ഹാഇന് മുമ്പ് സുക്കൂനായതിനാൽ ഹാഇന് നീട്ടാതെ ഓതണം. ലാ തുതിഅഹു, ലാ തുതിഅഹു എന്നാവരുത്. കാരണം ഹാഇന് മുമ്പ് സുക്കൂൻ ലക്ഷണം വന്നാൽ അവിടെ മദ്ദില്ലാതെയാണ് ഓതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അഞ്ചാമതായി, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. സൂറത്തുൽ സൽസലയിലെ ആയത്താണ്. ഇവിടെ നോക്കൂ, ദർറത്തിൻ ശർറൻ യറഹ് എന്നതിൽ ഇഖ്ഫ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇവിടെ ദർറത്തിൻ ശർറ തൻവീനിന് ശേഷം ഷീന് വന്നാൽ മറച്ച് മണിക്കണം. ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ഇൽഹാർ ആയിട്ടാണ് ഓതാറുള്ളത്. തെറ്റാണ്. ആറാമത്തത്, ഫദാലികല്ലദീ യദ്ഉൽ യതീം. മാഊൻ സൂറത്തിലെ ഒരു ആയത്താണ്. ഇവിടെ നോക്കൂ, യദ്ഉ എന്നതിൽ ദാലിന്റെ ലൊമ്മും യദ്ഉ യദു എന്ന ലാലിന്റെ ലൊമ്മും ഷദ്ദുള്ള ഐനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഫദാലികല്ലദീ യദ്ഉ. യദ്ഉ ദാലിന് ലൊമ്മ വേണം, ഐനിന് ഷദ്ദും കൊടുക്കണം. ഇത് ഇങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഏഴാമതായി, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. സൂറത്തുൽ വാഖിയിലെ ആയത്താണ്. ഇൻഷാഅൻ എന്നതിന് ഹംസയെ ഒരു അലിഫിന്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യണം. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള പലരും ഇൻഷാ എന്നാണ് വഖഫ് ചെയ്യുക. തെറ്റാണ്. ശരിയായത് ഇൻഷാഅ. ഒരു അലിഫിന്റെ ഖദർ നീട്ടിയിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. എട്ടാമത്തത്, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. സൂറത്തുൽ വാഖിയിലെ മറ്റൊരു ആയത്ത്. ഇവിടെ നോക്കൂ, ലആകിലൂന എന്നതിലെ ഹംസയുടെ അസ്ലിയായ മദ് ശ്രദ്ധിക്കണം. ലആകിലൂന എന്ന് തന്നെ ഓതണം. അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ അലിഫിന്റെ ഖദർ നീട്ടണം. ചിലരൊക്കെ ലഅകിലൂന എന്നോതും
മദ്ദില്ലാതെ അലിഫിന്റെ കതിർ നീട്ടാതെ അസ്ലിയായ മദ് നൽകാതെ പലരും ഓതാറുണ്ട്. തെറ്റാണ്. ശരിയായത് എങ്ങനെ? ലആകിലൂന. 9-ാമത്തെ ആയത്ത് നോക്കൂ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ. ഇവിടെ നോക്കൂ, വജഅൽന എന്നതിലെ ജീമിന് സുക്കൂന് വരാതെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. വജഅൽന, വജ ജീമിന് ഫത്തഹാണ് വേണ്ടത്. വജഅൽന എന്ന് ജീമിന് സുക്കൂനായിട്ട് ഓതിയാൽ തെറ്റാണ്. വജഅൽന ജീമിന് ഫത്തഹായിട്ട് തന്നെ ഓതണം. 10-ാമതായി നോക്കൂ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും. യാസീൻ സൂറത്തിലെ 21-ാമത്തെ ആയത്താണ്. ഇവിടെ ഇത്തബിഉ എന്നതിലെ ഐനിന്റെ അസ്ലിയായും അത് നഷ്ടപ്പെടാതെ ഓതണം. ഇത്തബിഉ അല്പം നീട്ടണം, ഒരു അൽഫിന്റെ കദർ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും എന്ന് ഓതിയാൽ തെറ്റാണ്. ശരിയായത് ഇത്തബിഉ ഒരു അൽഫിന്റെ കദർ നീട്ടിയിട്ടാണ് അവിടെ ഓതേണ്ടത്. 11-ാമതായി ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു. ഇവിടെ യാസീൻ സൂറത്തിലെ 52-ാമത്തെ ആയത്ത്. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള ആയത്താണ്. നോക്കൂ, മർഖദിന ഇന്നടുത്ത് വഖഫും സഖത്തും ചെയ്യാം, ചേർത്തി ഓതുന്നത് ഒഴിവാക്കണം. ഇവിടെ പലരും ഓതാറുള്ളത് മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഇങ്ങനെ മിൻ മർഖദിന എന്നതിന്റെ ശേഷമുള്ളതിനോട് ചേർത്തിയിട്ടാണോ അതുള്ളത്? തെറ്റാണ്. അവിടെ വഖഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്പം ശ്വാസം വിടാതെ അടങ്ങിയിട്ടോ. സക്കത്ത് ചെയ്യാന്ന് പറഞ്ഞാല് ശ്വാസം വിടാതെ നിർത്താം. ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്, അഥവാ ചേർത്തി ഓതാൻ പാടില്ല. 12-ാമത് ഫഖാല ഇബ്നു അലൈഹിം ബുന്യാനർ റബ്ബുഹും അഅലമു ബിഹിം. സൂറത്തുൽ കഹ്ഫിലെ 21-ാമത്തെ ആയത്ത്. ഫഖാല ഇബ്നു അലൈഹിം എന്നതിൽ ചേർത്തി എഴുതുമ്പോൾ ഫഖാലു എന്നതിൽ ലാമിനെ നീട്ടാതെയും ഇബ്നു എന്നതിലെ നൂൻ നീട്ടിയുമാണ് ഓതേണ്ടത്. ഇവിടെ ഫഖാലുബ്നു എന്ന് കൂട്ടി വായിക്കുമ്പോൾ ഫഖാലു എന്ന് നീട്ടാതെയും ഇബ്നു എന്ന് നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ഫഖാലുബ്നു. പലരും ഫഖാലുബ്നു തെറ്റോതും. ഫഖാലുബ്നു എന്ന് ഓതിയാൽ തെറ്റാണ്. ഫഖാലുബ്നു, ഫഖാലു നീട്ടാതെയും ഇബ്നു കുറച്ച് നീട്ടിയിട്ടാണ് ഓതേണ്ടത്. 13-ാമത്തത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാവതി വൽ അശി. സൂറത്തുൽ കഹ്ഫിൽ 28-ാമത്തെ ആയത്ത്. ഇവിടെ ബിൽ ഗദാവതി എന്നതിലെ ദാലിന്റെ ഫത്തഹിനെ നീട്ടാൻ വാവ് നൽകിയതിനാൽ തെറ്റ് വരാതെ ശ്രദ്ധിച്ചോതണം. ബിൽ ഗദാത്തി എന്നാണ് ഓതേണ്ടത്. ബിൽ ഗദാത്തി വൽ അശി. ബിൽ ഗദാത്തി അതാണ് ശരിയായത്. ബിൽ ഗദവാത്തി നോദിയൽ തെറ്റാണ്. വദ എന്ന ദാലിന്റെ ഫത്തഹിനെ നീട്ടാനാണ് വാവ്. അതല്ലാതെ വാവ് വേറെ ആയിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ഓതാ? ബിൽ ഗദാത്തി എന്നാണ് ഓതേണ്ടത്. 14 ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. കഹ്ഫ് സൂറത്തുൽ ആയത്താണ്. ഇവിടെ നോക്കൂ, ലാക്കിന്ന എന്നതിൽ നൂനിന് ശേഷം അലിഫ് എഴുതിയിട്ടുണ്ടെങ്കിലും ചേർത്തി ഓതുമ്പോൾ അലിഫില്ലാതെയും വഖഫിൽ അലിഫോട് കൂടിയുമാണ് ഓതേണ്ടത്. അഥവാ ലാകിന്നഹു വല്ലാഹ്. അങ്ങനെ ലാക്കിന്നയെ അങ്ങനെ ചേർത്തി ഓതുമ്പോ ലാകിന്ന അലിഫില്ലാതെയാണ് ഓതേണ്ടത്. ലാകിന്നഹു വല്ലാഹ് അലിഫില്ലാതെയാണ് അത് ഓതേണ്ടത് എന്നറിയിക്കാനാണ് അലിഫിന്റെ മേൽ എന്ത് കൊടുത്തത്? സുക്കൂന് കൊടുത്തിട്ടുള്ളത്. ലാകിന്നഹു വല്ലാഹ്. അപ്പോ ചേർത്തി ഓതുമ്പോൾ ഒരിക്കലും അലിഫ് അവിടെ വരാൻ പാടില്ല, നീട്ടി ഓതാൻ പാടില്ല എന്നർത്ഥം. ഇനി നിർത്തി ഓതാണെങ്കിലോ ലാകിന്ന, അവിടെ വഖഫ് ചെയ്യാൻ അലിഫ് കൊടുക്കും വേണം. ലാകിന്ന ചേർത്തി ഓതും അലിഫ് കൊടുക്കാനും പാടില്ല. അപ്പൊ എങ്ങനെ ഓതാ? ലാകിന്നഹു വല്ലാഹ്. 15-ാമതായി സഉനബ്ബിഉക മാ ലം തസ്തതി അലൈഹി സബ്റ. സൂറത്തുൽ കഹ്ഫിലെ ഒരായത്ത്. ഇതിലെ മറ്റൊരായത്താണ്. ഇവിടെ നോക്കൂ, ഈ ആയത്തിൽ മാലം തസ്തതി എന്നാണുള്ളതെങ്കിലും ഇവിടെ 2 താ ഉണ്ട്. തസ്തതി 2 താവും ഒരു ത്വാ ഉണ്ട്. ആ 2 തായിട്ട് തന്നെ ഓതണം.
മാലം തസ്തതി, ഈ ആയത്തിൽ അങ്ങനെയുള്ളത്. എന്നാൽ ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സുബ്റ എന്ന ആയത്തിലോ, ഇതും കഹ്ഫിലെ മറ്റൊരായത്താണ്. ഈ ആയത്തിൽ എന്നതിൽ മാലം തസ്തി എന്ന ത്വാഇന് മുമ്പ് താ ഇല്ലാതെയാണ്, ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം പറഞ്ഞ ആയത്ത് മാലം തസ്തതി, അവിടെ ത്വാഇന് മുമ്പ് ഒരു താവും കൂടെ, രണ്ട് താവ് ഉണ്ട്, രണ്ട് താവ് വായിക്കണം. എന്നാൽ രണ്ടാമതായി പറഞ്ഞ ആയത്തോ ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി, ഇവിടെ ത്വാഇന് മുമ്പ് ഒരു തായേ ഉള്ളൂ. അപ്പോ ഒന്നാമത്തെ രണ്ട് താവ് വേണം, രണ്ടാമത്തെ ആയത്തില് ഒരു താവ് മാത്രം മതി, അത് മാറിപ്പോകരുത്. 16 ഫമസ്തഅഉ അൻ യൽഹറൂഹു വമസ്തതഅഉ ലഹു നഖബ, ഇതും കഹ്ഫിലെ ആയത്താണ്. ഈ ആയത്തെ ആദ്യം ഇസ്തഅഉ എന്നും രണ്ടാമത്തേതിൽ ഇസ്തതഅഉ എന്നുമാണുള്ളത്, ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഒന്നാമത്തേതില് ഫമസ്തഅഉ ത്വാ മാത്രമേ ഉള്ളൂ, താ ഇല്ല. അതിന് ശേഷം വന്നെടുത്തോ മസ്തതാഉ, താ ഉണ്ട് ത്വാ ഉണ്ട്. അപ്പൊ അവിടെ താ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറയപ്പെട്ട ആയത്തുകളിലൊക്കെ എപ്പോഴും മാറി വരാൻ, പിഴവോടുകൂടെ തെറ്റായി ഓതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ടതാണ്, ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതാണ് എന്നർത്ഥം. ഇനി നമുക്ക് തരീബാത്ത് വായിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി അഖ്താർ സ്വഹീഹ, തെറ്റ് ശരിയാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ബാഇന് കസ്റ് കൊടുത്താണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ വഖതരിബ് ഫഖാലിബ്നു ഇലൽ ഇബിലി, ഇവിടെ ഇലൽ ഇബിലി അവിടെയാണ് ബാഇന് കസ്റ് കൊടുത്ത് ഓതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഹാഇന് മദ് വരാതെ സൂക്ഷിച്ചു ഓതണം. ബി അബ്ദിഹി ലൈല ഇന്നഹു കാന യന്തഹി ലനസ്ഫ, ഇവിടെ യന്തഹി ലനസ്ഫ എന്നാണ് ശരിയായ ഉത്തരം. കാരണം അവിടെ യന്തഹി അവിടെ മദ് കൊടുക്കാൻ പാടില്ല. യന്തഹി ലനസ്ഫ. 3 ഫഖാലബ്നു അലൈഹിം എന്നതിൽ നീട്ടാതെ ഓതണം. എന്തിനാ നീട്ടാതെ ഓതണ്ട? അവിടെ ലാമിനെ, നൂനിനെ, ഖാഫിനെ, ഏതിനെയാണ്? ലാമിനെയാണ്. അപ്പൊ ഒന്നാമത്താണ് ശരി. ഫഖാലബ്നു, ഫഖാലു, അവിടെ ലാമിനെ നീട്ടാതെ ഓതേണ്ടത്. 4 ചേർത്തി ഓതുമ്പോൾ നൂനിന് അലിഫില്ലാതെ ഓതണം. ജന്നാത്തിൻ തജ്രി ഇന്നാ കുന്ന ലാകിന്നഹു വല്ലാഹ്, ഇതിലേതാണ്? മൂന്നാമത്താണ് ശരി. അഥവാ ലാകിന്നഹു വല്ലാഹ്. ഇവിടെ ലാകിന്ന നൂനിന് ശേഷം അലിഫ് ഉണ്ടെങ്കിലും എഴുത്തിലുണ്ട്, പക്ഷെ ചേർത്തി ഓതുമ്പോൾ അത് അലിഫടെ വായിക്കാൻ പാടില്ല. ലാകിന്നഹു വല്ലാഹ് എന്ന് തന്നെ ഓതണം. 5 മിമ്മർഖദിനാ ഹാദാ എന്ന് ഓതുമ്പോൾ ഒഴിവാക്കണം എന്ത്? വഖഫ് ചെയ്യൽ, സക്ത ചെയ്യൽ, ചേർത്തി ഓതൽ. അവിടെ എങ്ങനെ ഓതാൻ പാടില്ല? മിമ്മർഖദിനാ ഹാദാ എന്ന് തെറ്റാണ്. പിന്നെ ശരിയായി ഓതേണ്ടത് മിമ്മർഖദിനാ ഹാദാ, അവിടെ നിർത്തിയിട്ടേ ഓതാവൂ, അവിടെ ചേർത്തി ഓതാന് പാടില്ല. രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബുത്തരമീതാം. ഒന്നാമത്തെ ചോദ്യം, ബിൽ ഗദാത്തി എന്നോതുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? ഉത്തരം, ദാലിന്റെ ഫതഹിനെ നീട്ടാൻ വാവ് നൽകിയതിനാൽ തെറ്റുവരാതെ ശ്രദ്ധിച്ചു ഓതണം. രണ്ടാമത്തെ ചോദ്യം, അലം എജിദിക്ക എന്നോതുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? ജീമിന്റെ കസ്ർ നഷ്ടപ്പെട്ട് സുക്കൂനാവരുത്. മൂന്നാമത്തെ ചോദ്യം, ല ആക്കിലൂന എന്നോതുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? ഹംസയുടെ അസ്ലിയായ മദ് ശ്രദ്ധിക്കണം. ല ആക്കിലൂന, ഒരു അൽഫിന്റെ ഖദർ നീട്ടി ഓതണം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന് 21, 28, 38, 78, 82, 97 കഹ്ഫ് സൂറത്തിലെ ആയത്തുകളാണ്. ഇത് പാരായണം ചെയ്യാനാണ്. ഇതിലൊക്കെ മാറിപ്പോകുന്ന ആയത്തുകൾ, തെറ്റുവരാൻ സാധ്യതയുള്ള ആയത്തുകളാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു. 2 നഖർ സൂറത്ത് ആലിമ്രാൻ 151 മുതൽ 200 വരെയുള്ള ആയത്തുകൾ. സൂറത്ത് നിസാൽ 1 മുതൽ 23 വരെയുള്ള ആയത്തുകളൊക്കെ തജ്വീദ് നിയമങ്ങൾ പാലിച്ച് പാരായണം ചെയ്യാം. മൂന്നാമത് നഹ്ഫദ് സൂറത്ത് യാസീൻ 61 മുതൽ 66 വരെയുള്ള ആയത്ത് കാണാതെ പഠിക്കുക. അതുപോലെ വാക്യ സൂറത്തിൽ 71 മുതൽ 77 വരെയുള്ള ആയത്തുകൾ പഠിക്കാം. അള്ളാഹു തെറ്റ് വരാതെ ഈ നിയമങ്ങൾ പാലിച്ച് ഖുർആൻ ഓതാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.